നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിട്ടു. ചാലക്കുടി MP ബെന്നി ബഹന്നാന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കനകമല കലേടം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MP ബെന്നി ബഹന്നാൻ നിർവഹിച്ചു. ആളൂർ പ്രസാദവരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 22 മുതൽ 25 വരെ തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിട്ടു. ബുധനാഴ്ച വിവിധ വേദികളിലായി പണിയ നൃത്തം, ഇരുള നൃത്തം, കഥാപ്രസംഗം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, തിരുവാതിര, ദേശഭക്തിഗാനം, സംഘഗാനം, നാടകം, പദ്യം ചൊല്ലൽ, കഥാകഥനം, പ്രഭാഷണം, ചമ്പു പ്രഭാഷണം, പാഠകം, ഗസൽ ആലാപനം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് നാഷണൽ ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, ഗവൺമെന്റ് LP, സെന്റ് ഡോൺ ബോസ്കോ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കിയ 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. ചാലക്കുടി MP ബെന്നി ബഹന്നാന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കനകമല കലേടം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MP ബെന്നി ബഹന്നാൻ നിർവഹിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ ഷൈൻ മുണ്ടയ്ക്കൽ, സദാശിവൻ കുറുവത്ത്, പഞ്ചായത്ത് അംഗം ഷീബ ജോഷി, ബൈജു അറയ്ക്കൽ, ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ കുണ്ടോളി, ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകത അത് ഈ ക്ഷേത്ര നടയിൽ അനുവദിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ MB സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുക്കാൻ നിർത്തി കൂടുതലും പ്രിയോറിറ്റി കൊടുക്കുന്നത് ഇതുപോലെയുള്ള ക്ഷേത്ര സന്നിധാനത്തിനും അതുപോലെ ദേവാലയങ്ങളുടെ അടുത്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുത്തഞ്ചിറ പഞ്ചായത്തിൽ 5 ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ അത് 4 ക്ഷേത്രങ്ങളുടെ പ്രദേശങ്ങളിലായിട്ട് അമ്പലത്തിൻ്റെ ഭാരവാഹികളും ഈ പ്രദേശത്തുള്ള ആളുകളും ഒക്കെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഇടയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് എന്നുള്ളത്. വെളിച്ചം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വെളിച്ചം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട MP അതിന് താല്പര്യമെടുത്തുകൊണ്ട് അതൊന്നും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആളൂർ പ്രസാദവരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ന് വൈകിട്ട് 6-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, ഇലൂമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം, കലാസന്ധ്യ എന്നിവയുണ്ടാകും. 23-ന് രാവിലെ 6:45-ന് വിശുദ്ധ കുർബാന, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, രാത്രി 11-ന് അമ്പ് പ്രദക്ഷിണം സമാപനം എന്നിവയുണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7-നും 10-നും പകൽ 3-നും ദിവ്യബലി, പകൽ 10-ന് പ്രസുതേന്തി വാഴ്ച, രാത്രി 7-ന് പ്രദക്ഷിണം സമാപനം എന്നിവയുണ്ടാകും. തുടർന്ന് വാനിൽ വർണ്ണമഴ, ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോ, വാദ്യമേളം എന്നിവ നടക്കും. തിങ്കളാഴ്ച ടൌൺ അമ്പ് ദിനത്തിൽ പള്ളി അങ്കണത്തിൽ രാത്രി 7-ന് ഈടം മെഗാ ഷോ ഉണ്ടാകും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ സെബിൻ കൈത്താരൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കെപ്പീടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
രാവിലെ 6:45 ദിവ്യബലി, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും, അതോടൊപ്പം തന്നെ 11 മണിക്ക് രാത്രി 11-ന് അമ്പപ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കുന്നതുമായിരിക്കും. പിറ്റേ ദിവസം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആദ്യത്തെ ദിവ്യബലിയും 10 മണിക്ക് തിരുനാൾ പാട്ട് കുർബാനയും പ്രസിദ്ധി വാഴ്ചയുണ്ടാകും. ദിവസം മുഖ്യ കാർമ്മികത്വം വഹിക്കുക ബഹുമാനപ്പെട്ട വിനിൽ കുരിശത്തറ അച്ഛനാണ്. തിരുനാൾ സന്ദേശം നൽകുക. പ്രധാന പള്ളികളിൽ ഒരു പള്ളിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ആളൂർ പ്രസാദവരനാഥ. കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ തിരുനാളിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങാടിവെപ്പും അതേപോലെ 3 ആന എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും കുടമാറ്റവും എല്ലാം. സ്ത്രീത്വത്തിന്റെ അന്തസ് ഉയർത്താൻ ഉന്നത വിദ്യാഭ്യാസവും അതിലൂടെ നേടിയെടുക്കുന്ന തൊഴിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതീദേവി. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. MBA പഠനത്തിന് കൂടുതൽ പെൺകുട്ടികൾ ചേരുന്ന പ്രവണത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാനുള്ള അവരുടെ അധ്വാനത്തെയും സമത്വപൂർണമായ സമൂഹ നിർമ്മിതിയിലുള്ള അവരുടെ താൽപര്യത്തെയും കാണിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് സതീദേവി വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോളി മാണക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, ഫാക്കൽറ്റി കോർഡിനേറ്റർ പ്രൊഫസർ ദീപ്തികുമാർ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ കെറിൻ ജോഷി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാനൊക്കെ കോളേജിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുക്കുന്നത് ആർട്സ് കോളേജുകളിൽ. സയൻസ് പോലും പെൺകുട്ടികൾക്ക് അത്ര അനുയോജ്യമല്ല എന്നുള്ളൊരു ധാരണ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് പടിപ്പടിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യ രംഗത്തുള്ള പഠനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി പെൺകുട്ടികൾ കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെടും. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. കൊരട്ടി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച ശേഷം വാഹനങ്ങൾ പൊളിച്ച് ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേലൂരിൽ വെച്ച് SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചാലക്കുടി സൌത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടിക്കുമ്പോൾ ഓടിച്ചിരുന്നത്. പ്രതിയെക്കൊണ്ട് വാഹനങ്ങൾ പൊളിച്ച് വിറ്റ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ കേസുകളിൽ പ്രതികൂടിയാണെന്നും പറയുന്നു. SHO അമൃതരംഗൻ, SI മാരായ OG ഷാജു, CP ഷിബു, റെജിമോൻ NS, KA ജോയ്, ASI നാഗേഷ് KC, സീനിയർ CPOമാരായ സജീഷ് കുമാർ, ശ്യാം ആന്റണി, ഉണ്ണികൃഷ്ണൻ, CPOമാരായ ജോയ്, മണിക്കുട്ടൻ, ഹോംഗാർഡ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തിരഞ്ഞെടുത്തു. UDF ഭരിക്കുന്ന ഇവിടെ UDF സ്ഥാനാർത്ഥി വനജ ദിവാകരന് 8 വോട്ടും LDF സ്ഥാനാർത്ഥി സിന്ധു രവിക്ക് 5 വോട്ടുകളും ലഭിച്ചു. പാർട്ടി ധാരണയനുസരിച്ച് വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മുരിങ്ങൂർ ഡിവിഷൻ മെമ്പറാണ് വനജ ദിവാകരൻ. ജില്ലാ സപ്ലൈ ഓഫീസർ TK ബേബി സിറാജ് ആയിരുന്നു വരണാധികാരി. ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠനുമഠത്തിലിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് വനജ ദിവാകരൻ അധികാരമേറ്റു. പുതിയതായി ചുമതലയേറ്റ വനജ ദിവാകരനെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ജേക്കബ്, CV ആന്റണി, ലീന ഡേവിസ്, അഡ്വക്കേറ്റ് ലിജോ ജോൺ, ഷാൻഡി ജോസഫ്, PP പോളി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു എന്നിവർ ഓഫീസിലെത്തി ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഐക്യം ഒന്നിച്ചു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിലൊക്കെ വളരെ ഖേദമുണ്ടായിരുന്നു. ആരോടും ഒരു കൊല്ലത്തുനിന്ന് കാണാതായ യുവതിയെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ 18-ാം തീയതി മുതൽ വീട്ടിൽ നിന്ന് കാണാതായ ഐശ്വര്യ എന്ന 20 വയസ്സുള്ള യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് എല്ലായിടത്തേക്കും മെസ്സേജുകൾ കൈമാറിയിരുന്നു.
കൊരട്ടി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ധ്യാന കേന്ദ്രത്തിലെത്തി നടത്തിയ അന്വേഷണത്തിൽ ധ്യാനം കൂടിയിരുന്ന യുവതിയെ കണ്ടെത്താൻ സാധിച്ചു. കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളി പോലീസും യുവതിയുടെ വീട്ടുകാരും കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തി യുവതിയെ കൊണ്ടുപോയി. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. പ്രസ് ക്ലബ്ബിൽ MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളുടെ ആഴങ്ങളുള്ള രചനകളാണ് ഉണ്ടാകേണ്ടതെന്ന് വൈശാഖൻ അഭിപ്രായപ്പെട്ടു. പഴയ അടിത്തട സിനിമ പോലെയുള്ള പുസ്തക പ്രസാദനം മാറുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷനായി. കഥാകൃത്ത് VR സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ശങ്കരപ്പണിക്കർ തുളസീദാസ്, TS രവീന്ദ്രൻ, KG ജയപ്രകാശ്, മാധവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. 31 പുസ്തകങ്ങൾ 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് പ്രകാശിപ്പിച്ചത്. തുളസീദാസ് രചിച്ച കേരള ഗാനത്തിന്റെ അവതരണവുമുണ്ടായി. അങ്ങനെ ഭയങ്കര പ്രശസ്തിയിലേക്ക് എത്താൻ ശ്രമിച്ച ഒരു പക്കാ കച്ചവടക്കാരന്റെ പുസ്തക സ്ഥാപനമുണ്ട് കേരളത്തിൽ. ആ കച്ചവടക്കാരന്റെ പകർപ്പ് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് വായിച്ചാൽ ലോകത്തിലെങ്ങില്ലാത്ത എഗ്രിമെന്റ് ആണ്. അതായത് നിങ്ങളുടെ ഈ പുസ്തകങ്ങൾ അച്ചടിച്ച് തീരുമ്പോൾ അത് വിറ്റ് മുഴുവൻ കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാതെ അടുത്ത പതിപ്പടിക്കാം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിട്ടു. ചാലക്കുടി MP ബെന്നി ബെഹന്നാന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കനകമല കലേടം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ MP ബെന്നി ബെഹന്നാൻ നിർവഹിച്ചു. ആളൂർ പ്രസാദവരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 22 മുതൽ 25 വരെ തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തിരഞ്ഞെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.